ഇറാൻ അമേരിക്ക യുദ്ധത്തിൽ 42 യുദ്ധവിമാനങ്ങൾ തകർന്നിട്ടും അത് സ്ഥിരീകരിക്കാൻ 2 മാസമെടുത്ത അമേരിക്ക ഇതിന്റെ സ്ഥിരീകരണം നൽകാൻ ഇനി എത്ര മാസമെടുക്കുമെന്ന് മാത്രം ചോദിക്കരുത്. എന്നാൽ 2026-ൽ ഇറാൻ അമേരിക്കയുടെ നിരവധി അത്യാധുനിക ഡ്രോണുകൾ തകർത്തിട്ടുണ്ട് എന്നത് ഒരു യാഥാർത്ഥ്യവുമാണ്. പിന്നെ എങ്ങനെ ഇത് സാധിച്ചു? അവരുടെ സാങ്കേതിക വിദ്യകൾ ഉപയോഗിക്കുന്ന ഇറാന് അത്യാധുനിക വിമാനങ്ങളും ഡ്രോണുകളും ഈ ലേസർ ഉപയോഗിച്ച് തകർത്തുകൂടെ? സാറ്റലൈറ്റുകളെ തകർക്കാനോ അവയുടെ പ്രവർത്തനം തടസ്സപ്പെടുത്താനോ ശേഷിയുള്ള ലേസർ ആയുധങ്ങൾ ഇന്ന് ചൈനയുടെ കയ്യിലുണ്ടോ? ബഹിരാകാശ രംഗത്ത് സ്വന്തമായി ആന്റി സാറ്റലൈറ്റ് വെപ്പൺ വികസിപ്പിച്ച ലോകത്തിലെ 4ാമത്തെ രാജ്യമായി നമ്മുടെ രാജ്യവും മാറിയ കാര്യം ഇറാന്റെ ആയുധശേഷി ഗണ്യമായി തകർത്തു എന്നാണ് US സെൻട്രൽ കമാൻഡ് അവകാശപ്പെട്ടതെങ്കിലും അവരുടെ തന്നെ പല ഇന്റലിജൻസ് റിപ്പോർട്ടുകളും പുറത്തു വന്നത് ഇറാന് വലിയ രീതിയിൽ അറ്റാക്ക് ചെയ്യാനുള്ള ആയുധശേഖരങ്ങൾ ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട് എന്ന് തന്നെയാണ്. മിസൈലുകളുടെയും ഡ്രോണുകളുടെയും ഒരു വലിയ ശേഖരം അവശേഷിക്കുന്നുണ്ടെന്നും ഈ വെടിനിർത്തൽ കാലയളവിൽ പൂർവാധികം ശക്തിയോടെ പുതിയ ആയുധശേഖരങ്ങളും ഇറാൻ കൈവശമാക്കിയിട്ടുണ്ടാവാമെന്നും യുദ്ധം വീണ്ടും ആരംഭിച്ചാൽ ഗൾഫ് രാജ്യങ്ങളുടെ സമാധാനം നഷ്ടമാവുമെന്നും അമേരിക്കക്ക് വലിയ തലവേദന സൃഷ്ടിക്കുമെന്നും പല റിപ്പോർട്ടുകളും വ്യക്തമാക്കുന്നുണ്ട്. ഈ മെയ് 14-ന് ഇറാൻ തങ്ങളുടെ ലേസർ ആയുധം ഉപയോഗിച്ച് അമേരിക്കയുടെ 67 ഡ്രോണുകൾ ഏതാനും മിനിറ്റുകൾക്കുള്ളിൽ തകർത്തു എന്ന ചില വാർത്തകൾ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലൂടെ പുറത്തു വന്നിട്ടുണ്ട്. ഇതിൽ പറയുന്നത് പ്രകാരം ഇറാൻ തങ്ങളുടെ ഷഹാബക്ക് എന്ന് പേരിട്ടിരിക്കുന്ന 150 കിലോവാട്ട് ശേഷിയുള്ള ലേസർ പ്രതിരോധ സംവിധാനം ഉപയോഗിച്ച് കേവലം 9 മിനിറ്റിനുള്ളിൽ 67 US ഡ്രോണുകളുടെ ഒരു കൂട്ടത്തെ നശിപ്പിച്ചു എന്നാണ്. എന്നാൽ ഔദ്യോഗികവും വിശ്വസനീയവുമായ അന്താരാഷ്ട്ര പ്രതിരോധ മാധ്യമങ്ങളുടെ റിപ്പോർട്ടുകൾ പരിശോധിക്കുമ്പോൾ ഇങ്ങനെ ഒരു വാർത്ത എവിടെയും കാണാനില്ല. ഈ വാർത്ത തൽക്കാലം നമുക്ക് മാറ്റിവെക്കാം. എന്നാൽ നിലവിലെ ടെക്നോളജി ഉപയോഗിച്ച് ഇത് എത്രത്തോളം സാധ്യമാണ് എന്നൊന്ന് പരിശോധിക്കാം. യുദ്ധം ആരംഭിച്ചത് മുതൽ അമേരിക്കയുടെ അത്യാധുനിക MQ-9 റീപ്പർ ഡ്രോണുകൾ ഉൾപ്പെടെയുള്ള നിരവധി ഡ്രോണുകൾ ഇറാന്റെ വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ വഴി തകർക്കപ്പെട്ടിട്ടുണ്ട് എന്നത് ഒരു യാഥാർത്ഥ്യമാണ്. ആധുനിക യുദ്ധങ്ങളിൽ ഡ്രോണുകളെ പ്രതിരോധിക്കാൻ ലേസർ ആയുധങ്ങൾ വികസിപ്പിക്കാൻ ഇറാൻ ഉൾപ്പെടെയുള്ള പല രാജ്യങ്ങളും ശ്രമിക്കുന്നുണ്ട്. ചെലവ് കുറഞ്ഞ രീതിയിൽ ഡ്രോണുകളെ കത്തിച്ചു കളയാൻ ഇവക്ക് സാധിക്കുകയും ചെയ്യും. അമേരിക്കയും തങ്ങളുടെ സഖ്യകക്ഷികളും ഇറാന്റെ ഷാഹിദ് ഡ്രോണുകളെ പ്രതിരോധിക്കാൻ സമാനമായ ലേസർ സാങ്കേതിക വിദ്യകൾ പരീക്ഷിക്കുന്നുണ്ട്. എന്നാൽ ഇറാന്റെ കയ്യിൽ ചൈനീസ് നിർമ്മിത ലേസർ ആയുധങ്ങൾ ഉണ്ട് എന്നത് സത്യം തന്നെയാണ്. അന്താരാഷ്ട്ര പ്രതിരോധ നിരീക്ഷകരും ഉപഗ്രഹ ചിത്രങ്ങളും ഇത് സ്ഥിരീകരിച്ചിട്ടുമുണ്ട്. ഇസ്രായേലിൽ നിന്നും മറ്റ് ശത്രു രാജ്യങ്ങളിൽ നിന്നുമുള്ള ഡ്രോൺ മിസൈൽ ഭീഷണികൾ നേരിടാൻ ഇറാൻ ചൈനയിൽ നിന്ന് ഇത്തരം ആധുനിക സാങ്കേതിക വിദ്യകൾ വാങ്ങി വിന്യസിച്ചിട്ടുണ്ട്. ഇറാന്റെ തലസ്ഥാനമായ ടെഹ്റാനിൽ നടന്ന അതീവ സുരക്ഷാ പ്രാധാന്യമുള്ള ചടങ്ങുകളിൽ ഇറാന്റെ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖുമൈനിയുടെ പ്രസംഗവേദിക്ക് ചുറ്റും ഷെൻസുങ് എന്ന ചൈനീസ് ലേസർ പ്രതിരോധ സംവിധാനം വിന്യസിച്ചതായി അന്താരാഷ്ട്ര സൈനിക വിദഗ്ധർ കണ്ടെത്തിയിരുന്നു. 20 കിലോവാട്ട് വരെ ശേഷിയുള്ള ലേസർ ആയുധമാണിത്. ഇതിലുള്ള റഡാറിന് 5 കിലോമീറ്റർ അകലെയുള്ള ഡ്രോണുകളെ കണ്ടെത്താനാകും. 3 കിലോമീറ്റർ പരിധിയിലുള്ള ഡ്രോണുകളുടെ ക്യാമറകളെയും സെൻസറുകളെയും ലേസർ അടിച്ച് കണ്ണ് ചിമ്മിക്കാനും ഇതിന് സാധിക്കും. 1.5 കിലോമീറ്റർ പരിധിക്കുള്ളിൽ വരുന്ന ചെറിയ ഡ്രോണുകളെ ലേസർ ചൂട് ഉപയോഗിച്ച് നേരിട്ട് കരിച്ചു കളയാനും ഇതിന് സാധിക്കും. ചൈനയുടെ ഏറ്റവും പ്രശസ്തമായ മറ്റൊരു ആന്റി ഡ്രോൺ ലേസർ ആയുധമാണ് സൈലന്റ് ഹണ്ടർ. ഇറാൻ ഇത് നേരിട്ട് വാങ്ങുകയോ അല്ലെങ്കിൽ ഇതിന്റെ സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് സ്വന്തമായി ലേസർ സംവിധാനങ്ങൾ നിർമ്മിക്കുകയോ ചെയ്തിട്ടുണ്ടെന്നാണ് വിശ്വസനീയമായ റിപ്പോർട്ടുകൾ. ഇറാൻ സ്വന്തമായി വലിയ തോതിൽ ഡ്രോണുകൾ നിർമ്മിക്കുന്ന രാജ്യമാണെങ്കിലും ഇസ്രായേലിന്റെ ചെറിയ ക്വാഡ് കോപ്റ്ററുകളും കാമിക്കാസി ഡ്രോണുകളും ഇറാന്റെ ആണവ നിലയങ്ങൾക്കും സൈനിക കേന്ദ്രങ്ങൾക്കും വലിയ ഭീഷണിയാണ്. സാധാരണ വ്യോമ പ്രതിരോധ മിസൈലുകൾ ഉപയോഗിച്ച് ചെറിയ ഡ്രോണുകളെ വെടിവെച്ചിടുന്നത് വലിയ സാമ്പത്തിക നഷ്ടമുണ്ടാക്കും. അതായത് ഒരു മിസൈലിന് ലക്ഷക്കണക്കിന് ഡോളർ വില വരും. എന്നാൽ ലേസർ ആയുധമാകുമ്പോൾ വെറും വൈദ്യുതിയും ഡീസൽ ജനറേറ്ററും മാത്രം മതി. വളരെ കുറഞ്ഞ ചിലവിൽ ഡ്രോണുകളെ തകർക്കാൻ ഇവക്ക് സാധിക്കും. അടുത്തിടെ തങ്ങളുടെ ആണവ നിലയങ്ങൾക്ക് കാവലായി ഇറാൻ സിറാജ് എന്ന പേരിൽ ഒരു ലേസർ പ്രതിരോധ സംവിധാനം വിന്യസിച്ചതായി പ്രഖ്യാപിച്ചിരുന്നു.
ഇത് ചൈനീസ് ടെക്നോളജിയുടെ സഹായത്തോടെ ഇറാൻ തന്നെ നിർമ്മിച്ചതാണെന്ന് പാശ്ചാത്യ ഇന്റലിജൻസ് ഏജൻസികൾ പറയുന്നത്. ഇറാൻ ലേസർ ആയുധം ഉപയോഗിച്ച് ഒരു അമേരിക്കൻ ഡ്രോണും നശിപ്പിച്ചിട്ടില്ല എന്നാണ് അമേരിക്ക പറയുന്നത്. അതിന് കാരണം വഴിയെ പറയാം. എന്നാൽ 2026 ഇറാൻ അമേരിക്കയുടെ നിരവധി അത്യാധുനിക ഡ്രോണുകൾ തകർത്തിട്ടുണ്ട് എന്നത് ഒരു യാഥാർത്ഥ്യവുമാണ്. പിന്നെ എങ്ങനെ ഇത് സാധിച്ചു? അവ ലേസർ ഉപയോഗിച്ചല്ല, മറിച്ച് പരമ്പരാഗത വ്യോമ പ്രതിരോധ മിസൈലുകൾ, അതായത് സർഫേസ് ടു എയർ മിസൈലുകൾ ഉപയോഗിച്ചാണ് വീഴ്ത്തിയത് എന്നാണ് അമേരിക്കയുടെ വാദം. അതിന് കാരണമായി പറയുന്നത് എന്താണെന്ന് നോക്കാം. ബ്ലൂംബെർഗ് ഉൾപ്പെടെ അന്താരാഷ്ട്ര മാധ്യമങ്ങളുടെ റിപ്പോർട്ടുകൾ പ്രകാരം യുദ്ധം തുടങ്ങിയത് മുതൽ അമേരിക്കയുടെ 20-ലധികം MQ-9 റീപ്പർ ഡ്രോണുകൾ ഇറാൻ നശിപ്പിച്ചിട്ടുണ്ട്. ഇതിലൂടെ ഏകദേശം $1 ബില്യൺ, അതായത് ഏകദേശം 8,000 കോടിയിലധികം രൂപയുടെ നഷ്ടം അമേരിക്കക്ക് ഉണ്ടായിട്ടുമുണ്ട്. ഇവയിൽ ഭൂരിഭാഗവും ഇറാന്റെ മിസൈൽ ആക്രമണങ്ങളിലോ വ്യോമാക്രമണങ്ങളിൽ താവളങ്ങൾ തകർത്തപ്പോഴോ അല്ലെങ്കിൽ സാങ്കേതിക തകരാറുകൾ മൂലമോ ആണ് നഷ്ടപ്പെട്ടത്. ലേസർ ഇവിടെ ഒരിടത്തും ഉപയോഗിച്ചിട്ടില്ല എന്നാണ് അമേരിക്കയുടെ അവകാശവാദം. എന്തുകൊണ്ട് ലേസർ ഉപയോഗിക്കുന്നില്ല? ഇറാന്റെ കയ്യിൽ ചൈനീസ് നിർമ്മിത ലേസർ ആയുധങ്ങൾ ഉണ്ടെന്ന് നേരത്തെ പറഞ്ഞല്ലോ. എന്നാൽ ഈ ലേസർ ആയുധങ്ങൾക്ക് ചില പരിമിതികളുണ്ട് എന്നാണ് അമേരിക്കയുടെ വാദം. നിലവിലുള്ള ലേസർ ആയുധങ്ങൾക്ക് പരമാവധി 1.5 മുതൽ 3 കിലോമീറ്റർ വരെയുള്ള പരിധിയിലെ ഡ്രോണുകളെ മാത്രമേ തകർക്കാൻ സാധിക്കൂ. MQ-9 റീപ്പർ പോലുള്ള വലിയ ഡ്രോണുകൾ 40,000 മുതൽ 50,000 വരെ അടി മുകളിലാണ് പറക്കുന്നത്. ഈ ഉയരത്തിലെത്തി ഡ്രോണുകളെ കരിച്ചു കളയാൻ നിലവിലുള്ള ഇറാന്റെ ലേസർ സാങ്കേതിക വിദ്യക്ക് ശേഷിയില്ല എന്നവർ അവകാശപ്പെടുന്നു. അതിനായി റഡാർ നിയന്ത്രിത മിസൈലുകൾ തന്നെയാണ് ഇറാൻ ഉപയോഗിക്കുന്നത് എന്നവർ ഉറപ്പിച്ച് പറയുകയും ചെയ്യുന്നു. മുൻകാലങ്ങളിലും ഇറാൻ അമേരിക്കൻ ഡ്രോണുകൾ വീഴ്ത്തിയിട്ടുണ്ട്. 2019 അമേരിക്കയുടെ അഭിമാനമായ RQ-4 ഗ്ലോബൽ ഹോക്ക് ഇറാൻ വെടിവെച്ചിട്ടുണ്ട്. അന്ന് അവർ ഉപയോഗിച്ചത് തദ്ദേശീയമായി നിർമ്മിച്ച മിസൈൽ പ്രതിരോധ സംവിധാനമായിരുന്നു. 2011 അമേരിക്കയുടെ RQ-170 സെന്റിനൽ എന്ന രഹസ്യ ഡ്രോൺ ഇറാന്റെ സൈബർ വിഭാഗം ജാമിംഗ് സാങ്കേതിക വിദ്യയിലൂടെ ഹാക്ക് ചെയ്ത് തകർക്കാതെ തന്നെ നിലത്തിറക്കുകയാണുണ്ടായത്. അപ്പോൾ അമേരിക്കക്ക് വലിയ രീതിയിലുള്ള ഡ്രോൺ നഷ്ടങ്ങൾ ഇറാനിൽ നിന്ന് ഉണ്ടായിട്ടുണ്ട് എന്നതിൽ തർക്കമില്ല. എന്നാൽ പ്രചരിക്കുന്നത് പോലെ അവ ലേസർ ആയുധങ്ങൾ കൊണ്ടല്ല, മറിച്ച് ഇറാന്റെ ശക്തമായ മിസൈൽ പ്രതിരോധ സംവിധാനങ്ങൾ കൊണ്ടാണ് തകർക്കപ്പെട്ടത് എന്നതാണ് വിശദീകരണം. ഇനി ലേസർ ആയുധങ്ങളുടെ ചില പരിമിതികളായി പറയുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്നൊന്ന് പരിശോധിക്കാം. അതിൽ പ്രധാനം അറ്റ്മോസ്ഫിയറിക് ഇന്റർഫിയറൻസ് ആണ്. ഭൂമിയിൽ നിന്ന് 40,000 അടി മുകളിലേക്ക് ലേസർ അടിക്കുമ്പോൾ അത് അന്തരീക്ഷത്തിലെ മേഘങ്ങൾ, പുകമഞ്ഞ്, പൊടിപടലം, കാറ്റ് എന്നിവയിലൂടെ കടന്നു പോകേണ്ടതുണ്ട്. ഇത് ലേസർ രശ്മികളുടെ തീവ്രതയെ ഗണ്യമായി കുറക്കുന്നു, അതായത് അറ്റന്വേഷൻ സംഭവിക്കുന്നു. ലേസർ മുകളിലേക്ക് എത്തുമ്പോഴേക്കും അതിന്റെ ചൂടും ശക്തിയും നഷ്ടപ്പെടും എന്നതാണ് പ്രശ്നം. MQ-9 റീപ്പർ എന്നത് ഒരു ചെറിയ ഡ്രോൺ അല്ല. ഒരു ചെറിയ വിമാനത്തിന്റെ വലിപ്പമുള്ള ഏകദേശം 66 അടി ചിറകുകളുള്ള കട്ടിയുള്ള മെറ്റൽ ഘടനയുള്ള ഒരു വലിയൊരു യുദ്ധവിമാനത്തിന് തുല്യമാണ് MQ-9. ഇതിനെ കത്തിച്ചു കളയണമെങ്കിൽ 100 കിലോവാട്ടിന് മുകളിൽ ശേഷിയുള്ള അതിശക്തമായ സ്ട്രാറ്റജിക് ലേസർ വെപ്പൺ തന്നെ വേണം. ചൈനയുടെ നിലവിലെ മൊബൈൽ ലേസറുകൾക്ക് 30 മുതൽ 100 കിലോവാട്ടിന് താഴെ വരെ മാത്രമേ ശേഷിയുള്ളൂ എന്നതാണ് ഇതിന് ഒരു അപവാദമായി പറയുന്നത്. ചൈനയ്ക്ക് MQ-9 റീപ്പർ ഡ്രോണുകളെ തകർക്കണമെങ്കിൽ അവർ ലേസറിന് പകരം തങ്ങളുടെ പക്കലുള്ള HQ-9, HQ-16 തുടങ്ങിയ അത്യാധുനിക വ്യോമ പ്രതിരോധ മിസൈലുകൾ അല്ലെങ്കിൽ സുഗോയ് J-20 യുദ്ധവിമാനങ്ങൾ പോലുള്ളവ ഉപയോഗിച്ച് ആകാശ ആക്രമണങ്ങൾ തുടങ്ങിയവ തന്നെ ഉപയോഗിക്കേണ്ടി വരുമെന്നാണ് പറയുന്നത്. അപ്പോൾ ഒരു ചോദ്യം ഇവിടെ പ്രസക്തമാണ്. സാറ്റലൈറ്റുകളെ തകർക്കാനോ അവയുടെ പ്രവർത്തനം തടസ്സപ്പെടുത്താനോ ശേഷിയുള്ള ലേസർ ആയുധങ്ങൾ ഇന്ന് ചൈനയുടെ കയ്യിലുണ്ടോ? ഉണ്ട് എന്നതാണ് ഉത്തരം. ഇവയെ ആന്റി സാറ്റലൈറ്റ് വെപ്പൺ എന്നാണ് വിളിക്കുന്നത്. എങ്ങനെയാണ് ഇത് പ്രവർത്തിക്കുന്നത്? ഒന്നാമത്തെ രീതി ബ്ലൈൻഡിംഗ് അല്ലെങ്കിൽ ഡാസലിംഗ് എന്ന മെത്തേഡാണ്. സാറ്റലൈറ്റുകളിലെ സെൻസറുകളിലേക്കും ക്യാമറകളിലേക്കും അതിശക്തമായ ലേസർ രശ്മികൾ തൊടുത്തുവിട്ട് അവയുടെ കാഴ്ച ഇല്ലാതാക്കുന്ന രീതിയാണിത്. ശത്രു രാജ്യങ്ങളുടെ ചാരക്കണ്ണുകളെ തകർക്കാൻ ഈ രീതി ഉപയോഗിക്കുന്നുണ്ട്. രണ്ടാമത്തേത് തെർമൽ ഡിസ്ട്രക്ഷൻ മെത്തേഡാണ്. ഹൈ എനർജി ലേസർ ഉപയോഗിച്ച് സാറ്റലൈറ്റിന്റെ പ്രധാന ഭാഗങ്ങൾ അതിശക്തമായി ചൂടാക്കി അതിലെ ഇലക്ട്രോണിക് സംവിധാനങ്ങൾ തകരാറിലാക്കുന്നതാണ് ഈ രീതി. റഷ്യ, ചൈന, അമേരിക്ക തുടങ്ങിയ രാജ്യങ്ങൾ
ഇത്തരം ആധുനിക ലേസർ സംവിധാനങ്ങൾ വികസിപ്പിക്കുകയും സൈന്യത്തിൻ്റെ ഭാഗമാക്കുകയും ചെയ്തിട്ടുണ്ട്. ഭൂമിയിൽ നിന്ന് 1500 കിലോമീറ്റർ വരെ ഉയരത്തിലുള്ള ഉപഗ്രഹങ്ങളുടെ സെൻസറുകളെ അന്ധമാക്കാൻ ശേഷിയുള്ള റഷ്യയുടെ പെരസ്വെറ്റ് എന്ന ലേസർ സംവിധാനം നിലവിൽ പ്രവർത്തന സജ്ജമാണ്. ചൈന തങ്ങളുടെ ഭൂഗർഭ ലേസർ സ്റ്റേഷനുകളിൽ നിന്ന് ലോ എർത്ത് ഓർബിറ്റിലുള്ള ഉപഗ്രഹങ്ങളെ തകർക്കാൻ ശേഷിയുള്ള ഗ്രൗണ്ട് ബേസ്ഡ് ലേസർ വെപ്പൺ പരീക്ഷിച്ച് വിജയിച്ചിട്ടുമുണ്ട്. കപ്പലുകളിലും വിമാനങ്ങളിലും ഘടിപ്പിക്കാവുന്ന ഡയറക്റ്റ് എനർജി വെപ്പൺസ് DEW ലേസറുകൾ അമേരിക്ക വികസിപ്പിച്ചിട്ടുണ്ട്. ബഹിരാകാശത്തെ ഉപഗ്രഹങ്ങളെ പ്രതിരോധിക്കാൻ ഇവർ സ്പേസ് ഫോഴ്സ് വഴിയാണ് ഇത്തരം ഗവേഷണങ്ങൾ നടത്തുന്നതും. മിസൈലുകൾ ഉപയോഗിച്ച് സാറ്റലൈറ്റ് തകർക്കുമ്പോൾ ബഹിരാകാശത്ത് ലക്ഷക്കണക്കിന് അവശിഷ്ടങ്ങൾ രൂപപ്പെടുകയും അത് മറ്റു ഉപഗ്രഹങ്ങൾക്ക് ഭീഷണിയാവുകയും ചെയ്യും. എന്നാൽ ലേസർ ആയുധങ്ങൾ ഉപയോഗിക്കുമ്പോൾ ഇത്തരം ബഹിരാകാശ മാലിന്യങ്ങൾ ഉണ്ടാകുന്നില്ല. ഇതുകൊണ്ട് തന്നെ ഭാവി യുദ്ധങ്ങളിൽ പല രാജ്യങ്ങളും കൂടുതൽ ആശ്രയിക്കാൻ സാധ്യതയുള്ള ഒന്നായിരിക്കും ലേസർ ആയുധങ്ങൾ. ഇനിയാണ് അമേരിക്കയുടെ വാദങ്ങളുടെ മുള്ളൊടിക്കുന്ന ചോദ്യം. ഭൂമിയിൽ ഇരുന്ന് ലേസർ ഉപയോഗിച്ച് സാറ്റലൈറ്റുകളെ തകർക്കാൻ ചൈനക്ക് ശേഷിയുണ്ടെങ്കിൽ അവരുടെ സാങ്കേതിക വിദ്യകൾ ഉപയോഗിക്കുന്ന ഇറാന് അത്യാധുനിക വിമാനങ്ങളും ഡ്രോണുകളും ഈ ലേസർ ഉപയോഗിച്ച് തകർത്തുകൂടെ? ഇറാൻ അമേരിക്ക യുദ്ധത്തിൽ 42 യുദ്ധവിമാനങ്ങൾ തകർന്നിട്ടും അത് സ്ഥിരീകരിക്കാൻ 2 മാസം എടുത്ത അമേരിക്ക ഇതിൻ്റെ സ്ഥിരീകരണം നൽകാൻ ഇനി എത്ര മാസമെടുക്കുമെന്ന് മാത്രം ചോദിക്കരുത്. ഏതായാലും ഇത്രയും പറഞ്ഞ സ്ഥിതിക്ക് ബഹിരാകാശ രംഗത്ത് സ്വന്തമായി ആൻറ്റി സാറ്റലൈറ്റ് വെപ്പൺ വികസിപ്പിച്ച ലോകത്തിലെ 4ാമത്തെ രാജ്യമായി നമ്മുടെ രാജ്യവും മാറിയ കാര്യം പ്രത്യേകം പറയേണ്ടതുണ്ട്. നമ്മുടെ ഡിഫൻസ് റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റ് ഓർഗനൈസേഷൻ, അതായത് DRDO, ബഹിരാകാശ ഗവേഷണ സംഘടനയായ ISROയും സംയുക്തമായാണ് ഈ ദൗത്യം വിജയകരമായി പൂർത്തിയാക്കിയത്. ഭൂമിയിൽ നിന്ന് ഏകദേശം 300 കിലോമീറ്റർ ഉയരത്തിൽ സഞ്ചരിച്ചിരുന്ന ഒരു പ്രവർത്തനരഹിതമായ ഉപഗ്രഹത്തെ മിസൈൽ അയച്ച് കൃത്യമായി തകർത്ത് ഇന്ത്യയും ഇത് ലോകത്തിന് കാണിച്ചു കൊടുത്തിട്ടുണ്ട്. ലേസർ ആയുധങ്ങളല്ല ഇന്ത്യ ഇതിൽ ഉപയോഗിച്ചത്. പൃഥ്വി ഡിഫൻസ് വെഹിക്കിൾ മാർക്ക് 2 എന്ന പ്രത്യേകം ഇന്റർസെപ്റ്റർ മിസൈലാണ് നമ്മൾ ഇതിൽ ഉപയോഗിച്ചത്. ഈ മിസൈലിൽ സ്ഫോടക വസ്തുക്കൾ ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല. പകരം അതിവേഗത്തിൽ സഞ്ചരിച്ച് ഉപഗ്രഹത്തിലേക്ക് നേരിട്ട് ഇടിച്ചു കയറി അതിന്റെ വേഗതയും ശക്തിയും കൊണ്ടാണ് ഈ ഉപഗ്രഹത്തെ തകർത്തത്. ഇന്ത്യക്ക് മുമ്പ് അമേരിക്ക, റഷ്യ, ചൈന എന്നീ 3 രാജ്യങ്ങൾക്ക് മാത്രമാണ് ഈ ആന്റി സാറ്റലൈറ്റ് വെപ്പൺ ശേഷി ഉണ്ടായിരുന്നത്. ഇന്ത്യ ഈ ക്ലബിലേക്ക് 4ാമതായി എത്തുകയാണ്. മിസൈൽ ടെക്നോളജിക്ക് പുറമെ ഭാവി യുദ്ധങ്ങൾക്കായി ലേസർ ഉൾപ്പെടെയുള്ള ആയുധങ്ങൾ വികസിപ്പിക്കുന്നതിലും DRDO ഇപ്പോൾ സജീവമാണ്. ശത്രുക്കളുടെ ഡ്രോണുകൾ, മിസൈലുകൾ, യുദ്ധവിമാനങ്ങൾ എന്നിവ ലേസർ രശ്മികൾ ഉപയോഗിച്ച് തകർക്കാൻ ശേഷിയുള്ള ഡയറക്റ്റ് എനർജി വെപ്പൺ ഇന്ത്യ വികസിപ്പിച്ചു കൊണ്ടിരിക്കുകയാണ്. ഭാവിയിൽ ഇതിന്റെ ശേഷി വർദ്ധിപ്പിച്ച് ബഹിരാകാശ പ്രതിരോധ രംഗത്തും ഇന്ത്യ ഇത് ഉപയോഗിച്ചേക്കാം. ഇന്ത്യ ആന്റി സാറ്റലൈറ്റ് വെപ്പൺ വികസിപ്പിച്ചത് ഏതെങ്കിലും രാജ്യത്തെ ആക്രമിക്കാനല്ല, മറിച്ച് നമ്മുടെ സ്വന്തം സാറ്റലൈറ്റുകളെ ശത്രുക്കൾ തകർക്കാൻ ശ്രമിച്ചാൽ തിരിച്ച് നമുക്കും അതിന് സാധിക്കുമെന്ന് വരുന്നതിലൂടെ ആ ഉദ്യമത്തിൽ നിന്ന് ശത്രുക്കളെ പിന്തിരിപ്പിക്കാൻ സാധിക്കുമെന്നത് തന്നെയാണ് അതിൻ്റെ വലിയ നേട്ടം.